വന്നിരിക്കുകയാണ്. നടുഭാഗം ചരിത്രങ്ങളുള്ള നടുഭാഗം 2015 നിലവിലെ ചുണ്ടൻ വള്ളം പണിത് പുതുക്കിയെങ്കിൽ 2019 നെഹ്റു ട്രോഫിയും CBLിലെ സമ്മാനവും നേടിയ നടുഭാഗം. അങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഒന്നിച്ചൊന്നായി. ആരാണ് വിജയതിലകം അണിയുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ മേൽപ്പാടവും വീയപുരവും ആരോമയും നടുഭാഗവും അങ്ങനെ വെടിച്ചില്ലുകൾ പോലെ തെക്കോട്ട് പാഞ്ഞു വരുമ്പോൾ ആ ഇരു കരകളെയും ഉദ്വേഗം കൊള്ളിച്ചുകൊണ്ട് പുന്നമടക്കായലിന് തീപിടിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ആ വജോ ചൈതന്യത്തിന് ഞങ്ങളെല്ലാം മത്സരിക്കുന്ന പോലെയാണ്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വാക്കുകൾ മതിയാവുമോ എന്ന് തോന്നുന്നില്ല. അതാ ഒന്നിച്ചൊന്നായി ഒന്നിച്ചു പോകുന്നു. മേൽപ്പാടമാണോ വീയപുരമാണോ അതോ ആരോമയാണോ നടുഭാഗമാണോ? കുട്ടനാട്ടുകാരനായ ജോ ജോസഫ് തായങ്കരി ആവേശം കൊണ്ട് നിൽക്കുകയാണ്. ഈ തുടർന്നുള്ള മത്സരങ്ങൾ അദ്ദേഹത്തിന്റെ ജോ ജോസഫ് തായങ്കരിക്ക് ഞാൻ കൈമാറുന്നു. മേൽപ്പാടവും വീയപുരവും ആരോമയും നടുഭാഗവും ഇതാ ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. മുന്നിൽ നിന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. മേൽപ്പാടമാണോ, ഒന്നാം ട്രാക്കിലുള്ള മേൽപ്പാടമാണോ, അല്ല രണ്ടാം ട്രാക്കിലുള്ള വീയപുരമാണോ, മൂന്നാം ട്രാക്കിലുള്ള അരോമയാണോ, നാലാം ട്രാക്കിലുള്ള നടുഭാഗമാണോ? ഒന്നിച്ചൊന്നായുള്ള പോരാട്ടം. ഇപ്പോൾ നടുഭാഗം, പുന്നമടയുടെ നടുഭാഗം അല്പം ലീഡ് നേടിയിട്ടുണ്ട്. അതുപോലെയുള്ള വാശിയേറിയ ഒരു പോരാട്ടം, അത്യുജ്വലമായ ഒരു പോരാട്ടം. നടുഭാഗം ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് അവര് 10 പേരെയും 20 പേരെയും വീതം, ഏറ്റവും നല്ല ആളുകളെ വീതം അരോമ, കൊല്ലത്തിലെ പൂയപ്പള്ളിയിലെ അരോമ ഇതാ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. പേരും പെരുമയുമുള്ള, നമുക്കൊരിക്കലും വിസ്മരിക്കുവാൻ പറ്റാത്ത നടുഭാഗം നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. അങ്ങനെ വളരെ ചരിത്ര പശ്ചാത്തലമുള്ള 4 കളിവള്ളങ്ങൾ കടന്നു വരുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാമത്തെ ട്രാക്കിൽ വീയപുരം, മൂന്നാമത്തെ ട്രാക്കിൽ അരോമ, നാലാമത്തെ ട്രാക്കിൽ നടുഭാഗം. 2019 നടുഭാഗം വള്ളത്തിൽ തുഴഞ്ഞ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാര് ഇവിടെ ട്രോഫി നേടിയെങ്കിൽ അവര് കഴിഞ്ഞ വർഷം മേൽപ്പാടം ചുണ്ടലിൽ വന്ന് അവർക്ക് ട്രോഫി കൈവിട്ടുപോയി. പക്ഷേ വീയപുരത്തിൽ വന്ന് 2023 25 പള്ളാത്തുരുത്തിക്കാർ വന്ന് ഇവിടെ ട്രോഫി നേടിയെങ്കിൽ ആ ചരിത്രം ആവർത്തിക്കുവാൻ വേണ്ടി, ആ നഷ്ടപ്പെട്ടു പോയ ചരിത്രം, നഷ്ടപ്പെട്ടു പോയ പേര്, നഷ്ടപ്പെട്ടു പോയ പെരുമ പിടിച്ചടക്കുവാൻ വേണ്ടിയാണ് മനോജ് പത്തതെങ്കിലിന്റെ നേതൃത്വത്തിൽ അവര് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാര് സോളി മേൽപ്പാടത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തൊരു മത്സരമാണ്! 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുന്നോ എന്ന് നമ്മൾ സ്ഥിരമായി പറയുന്ന രീതിയിൽ, സ്ഥിരമായി കാണുന്ന രീതിയിൽ എന്തൊരു ആവേശമാണ്! പുന്നമടയിലെ വള്ളംകളി പ്രേമികളെ ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് ഇതാ 4 കളിവള്ളങ്ങൾ, മേൽപ്പാടവും വീയപുരവും അരോമയും നടുഭാഗവും കടന്നു വരുമ്പോൾ ഇപ്പൊ ഏത് വള്ളമാണ് മുന്നിൽ നിന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. മേൽപ്പാടമാണോ, ഒന്നാം ട്രാക്കിലുള്ള മേൽപ്പാടമാണോ, അല്ല രണ്ടാം ട്രാക്കിലുള്ള വീയപുരമാണോ, മൂന്നാം ട്രാക്കിലുള്ള അരോമയാണോ, നാലാം ട്രാക്കിലുള്ള നടുഭാഗമാണോ? ഒന്നിച്ചൊന്നായുള്ള പോരാട്ടം. ഇപ്പോൾ നടുഭാഗം, പുന്നമടയുടെ നടുഭാഗം അല്പം ലീഡ് നേടിയിട്ടുണ്ട്. അതുപോലെയുള്ള വാശിയേറിയ ഒരു പോരാട്ടം, അത്യുജ്വലമായ ഒരു പോരാട്ടം. നടുഭാഗം ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് അവര് പുന്നമടക്കാര്, നെഹ്റു ട്രോഫി വാർഡിലുകാര്, അവരുടെ സ്വന്തമായ നാട്ടുകാരുടെ ഒരു പോരാട്ടത്തിൽ അവര് ഇവിടെ കടന്നു വരികയാണ്. നടുഭാഗം അല്ല, അല്ല മേൽപ്പാടം, അല്ല നടുഭാഗം, അല്ല അരോമ, അല്ല വീയപുരം. ആരാണ്? തീർച്ചയായും കണ്ടുകളെ വിശ്വസിക്കുവാൻ പറ്റാത്ത രീതിയിൽ വീയപുരമാണോ, അരോമയാണോ, മേൽപ്പാടമാണോ, നടുഭാഗമാണോ? അത്യുജ്വലമായ ഒരു പോരാട്ടമായിരുന്നു ഈ 4 കളിവള്ളങ്ങൾ ഇവിടെ കാഴ്ചവെച്ചത്. എന്തൊരു മത്സരമായിരുന്നു! നടുഭാഗത്തിന്റെ എന്തൊരു പോരാട്ടമായിരുന്നു! അരോമ എന്തൊരു മാസ്മരിക പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചത്! വീയപുരം എന്തൊരു സുന്ദരമായിട്ടാണ് ഇവിടെ കടന്നു വന്നത്! മേൽപ്പാടിന്റെ കാര്യം പറയുക വേണ്ട. എന്തൊരു സുന്ദരമായ മത്സരം, എന്തൊരു വാശി തുളുമ്പുന്ന മത്സരമായിരുന്നു. ഇതാ റീപ്ലേ കാണാം. ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു, അല്ല വീണ്ടും കാണാം. അരോമയാണോ, ചമ്പക്കുളത്തെ ചരിത്രം അവര് 2026 ഇവിടെ നെഹ്റു ട്രോഫിയിൽ ആവർത്തിക്കുകയാണോ? തീർച്ചയായും അത് ഇത്ര സന്ദർഭങ്ങളിൽ ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം ജഡ്ജിമാരാണ് നടത്തേണ്ടത്. എങ്കിലും നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലും വീണ്ടും ഒന്നുകൂടി റീപ്ലേ കണ്ട് നമ്മൾ ഔദ്യോഗികമായി പറയാത്തതാണ്. കാരണം ഔദ്യോഗികമായ വാശിയേറിയ ഒരു മത്സരത്തിൽ വീയപുരമാണോ, അരോമയാണോ? വീണ്ടും കാണാം. വളരെ സ്ലോയിൽ അങ്ങേയറ്റത്ത് കാണുന്നത് മൂന്നാം ട്രാക്കിൽ അരോമ, ഏറ്റവും ഫ്രണ്ടിൽ കാണുന്നത് നടുഭാഗം, അതിന് അപ്പുറേ വീയപുരം, അങ്ങേയറ്റത്തെ മോണിറ്ററിന്റെ ഏറ്റവും അവസാനം അങ്ങേയറ്റത്ത് കാണുന്നത് മേൽപ്പാടം. വീണ്ടും പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കുക, മേൽപ്പാടം